എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ വരെയുള്ള നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് നേരിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസുകളിലേക്ക് നേരിട്ട് ഇറങ്ങാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസുകൾ, അതായത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, CPU, മെമ്മറി, അങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം നമ്മൾക്കറിയാം ഒരു കമ്പ്യൂട്ടറിന്റെ രണ്ട് ഭാഗങ്ങളാണ് എന്ത്? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അപ്പം ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സിമ്പിളായി പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഭൗതിക ശരീരത്തിനെയാണ് നമ്മൾ എന്താ പറയാ ഹാർഡ്വെയർ പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താ? കമ്പ്യൂട്ടറിന്റെ ഭൗതിക ശരീരമാണ് അല്ലേ? ഇനി ഈ ഹാർഡ്വെയറിനെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? വിസിബിളും ടാഞ്ചിബിളുമായ ഡിവൈസുകളൊക്കെ ഏതിലാ പെടുക? ഹാർഡ്വെയറിലാണ് പെടുക. അതായത് വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണുവാനും അതേപോലെ നമുക്ക് തൊടാനും ഒക്കെ പറ്റുന്ന ഡിവൈസുകളൊക്കെ ഇതിൽ പെടും, ഹാർഡ്വെയറിൽ പെടും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ അല്ലെ? അപ്പം കമ്പ്യൂട്ടറിന്റെ ഭൗതിക ശരീരം എന്ന് പറയുന്നത് എന്താ? ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്താ? വിസിബിളും ആയിരിക്കും ടാഞ്ചിബിളും ആയിരിക്കും. ഓക്കെ, ഇനി ഹാർഡ്വെയറിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. അപ്പോൾ വി ക്യാൻ ഡിവൈഡഡ് ഹാർഡ്വെയർ ഇൻടു 3. നമ്മൾ ഹാർഡ്വെയറിനെ മൂന്നായി തിരിക്കുക. ഒന്ന് ഔട്ട്പുട്ട്, രണ്ട് ഇൻപുട്ട്, 3 CPU. ഓക്കെ, അപ്പം ഹാർഡ്വെയറിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ്, CPU. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഡിവൈസും ഇൻപുട്ട് ഡിവൈസും അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും നല്ലോണം അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും എന്താണെന്നാണ് ഇനി പഠിക്കാനുള്ളത്. ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെ, ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെ, CPU ഏതൊക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എക്സാമിന്റെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി CPU എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. CPU എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് അല്ലെ? CPU എന്ന് പറഞ്ഞാല് സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ്. CPUവിനെ എന്തായിട്ടാണ് പറയാ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആയിട്ടാണ് പറയാ അല്ലെ? വാട്ട് ഈസ് ദ വിച്ച് പാർട്ട് ഈസ് നോൺ ആസ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ ഏതാണ്? CPU അല്ലെ? ഇനി ഇപ്പം ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, CPU ഉണ്ട്. ഇനി ഈ CPUവിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. CPUവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന എത്ര എണ്ണായിട്ടാ? ഇതിനെ നമ്മൾ വീണ്ടും again we classified CPU into 3 ആയിട്ട് മൂന്നെണ്ണായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് ആദ്യത്തെ നമ്മൾ പറയുന്നത് ഏതാണ്? CPUവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ആദ്യത്താണ് ALU, ദെൻ രണ്ടാമത്തത് CU, മൂന്നാമത്തത് മെമ്മറി. ഓക്കെ, ALU എന്ന് പറഞ്ഞാൽ എന്താ? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്, ദെൻ മെമ്മറി. അപ്പൊ നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പർശിക്കുവാനും അതേപോലെ തന്നെ കാണുവാനും കഴിയുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഹാർഡ്വെയറിൽ പെടുക. ഹാർഡ്വെയറിനെ നമ്മൾ മൂന്നായി തിരിച്ചു: ഔട്ട്പുട്ട്, ഇൻപുട്ട്, CPU. ദെൻ CPUവിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തിരിച്ചു: ALU, CU, മെമ്മറി. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, അതേപോലെ കൺട്രോൾ യൂണിറ്റ്, ദെൻ അടുത്തത് എന്താ? മെമ്മറി. ഓക്കെ, ഇനി ഈ ഈ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കൂടെ നമ്മൾ ഒരു പേര് വിളിക്കും. ഈ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കൂടെ നമ്മൾ എന്താ വിളിക്കുക? പെരിഫറൽസ് എന്ന് പറയും. ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും കൂടെ നമ്മൾ എന്ത് പറയും? പെരിഫറൽസ് എന്ന് പറയും. ഓക്കെ, അപ്പം
ഈ ക്ലാസിഫിക്കേഷൻ ക്ലിയർ അല്ലേ? ഹാർഡ്വെയറിനെ മൂന്നായി തിരിച്ചു. അതിൽ ഔട്ട്പുട്ട് ഇൻപുട്ടിനെയും കൂടെ പെരിഫറൽ എന്ന് പറയുന്നു. CPU-നെ നമ്മൾ മൂന്നായി വീണ്ടും തിരിച്ചു, ALU, CU, മെമ്മറി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് ഡിവൈസിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസ്. ഇനി ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസുകൾ അല്ലെ സിംപ്ലി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന, അതായത് നാം കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അതൊക്കെ? ഒന്ന് കീബോർഡ്, ദെൻ അടുത്തത് മൗസ്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ദെൻ കീബോർഡ്, മൗസ്, പിന്നെ അതേപോലെ ടച്ച് പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ മൗസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന, അതിൽ ലാപ്ടോപ്പിൽ മൗസ് ഉണ്ടാവില്ലല്ലോ, അതിന് പകരം നമുക്ക് അവിടെ ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗത്തിനെയാണ് നമ്മൾ ടച്ച് പാഡ് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, എന്താണ്? ഒന്നെങ്കിൽ ടച്ച് പാഡ് അല്ലെങ്കിൽ എന്താണ്? ഒന്ന് ട്രാക്ക് പാഡ്. ടച്ച് പാഡ് അല്ലെങ്കിൽ ട്രാക്ക് പാഡ്. ഓക്കെ, അപ്പൊ കീബോർഡ്, മൗസ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, കോമട്ട് എഴുതട്ടെ, ലൈറ്റ് പെൻ. പിന്നെ ഏതൊക്കെയാ? ഇനിയുണ്ടല്ലോ, ജോയ്സ്റ്റിക്ക്, ടച്ച് പാഡ്, മൗസ്, കീബോർഡ്, ദെൻ അടുത്തത് OMR, OCR, MICR, ബാർകോഡ് റീഡർ, ദെൻ barcode reader, OMR, OCR, MICR, barcode reader, then fingerprint reader, അതേപോലെ പിന്നെ ഏതൊക്കെയാ? ബാർകോഡ് റീഡർ, ഫിംഗർപ്രിന്റ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, വെബ് ക്യാമറ, ഡിജിറ്റൽ ക്യാമറ, അങ്ങനെ ഒരുപാട് ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയില്ലേ. ഇനി ഓരോ ഇൻപുട്ട് ഡിവൈസിനെയും നമ്മൾ എടുത്ത് പഠിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കീബോർഡിനെ കുറിച്ചാണ്. അപ്പം ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് കേട്ടോ, ഞാൻ അവിടെ എഴുതാത്ത. അപ്പൊ നമ്മൾ ഓരോ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് എടുത്ത് പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്ത് ഒന്നായിട്ട് ഇവിടെ എഴുതാഞ്ഞത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കീബോർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? കീബോർഡ്. ഏതാണ്? കീബോർഡ്. ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് കീബോർഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കീബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കമ്പ്യൂട്ടറിലെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് ആണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി കീബോർഡിനെ കുറിച്ച് കുറച്ചും കൂടെ വൃത്തിക്ക് പറഞ്ഞാൽ, കീബോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്താണ്? പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. കീബോർഡ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. തീർന്നില്ല, വേറെ ഒന്നും കൂടെ, ഒരു പേരിലും കൂടെ കീബോർഡിനെ അറിയപ്പെടും. എന്താണ്? കീബോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. എന്താണ്? ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്.
അപ്പം എക്സാമിന് ചോദിക്കുക കമ്പ്യൂട്ടറിലെ ഏത് ഭാഗത്തിനെയാണ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് വിളിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ മൗസ് ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, മോണിറ്റർ ഉണ്ടാവും, നൺ ഓഫ് ദിസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഏതായിരിക്കും ആൻസർ? കീബോർഡ് ആയിരിക്കും ആൻസർ. അതേപോലെ ഈ വേറെ ഒരു വിശേഷണം എന്താ കീബോർഡിന്? ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. എന്താണ് ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്? ഇത് നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും, ഇതായിരിക്കും കുറച്ച് കേൾക്കാത്തതായിട്ട് ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും നോക്കണേ. അപ്പം ഇനി കീബോർഡിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞു. ഇനി കീബോർഡ് ആരാ കണ്ടെത്തിയത്? ഹു ഡെവലപ്ഡ് കീബോർഡ്? ക്രിസ്റ്റഫർ ഷോൾസ്. ആരാണ് കണ്ടെത്തിയത് കീബോർഡ്? ക്രിസ്റ്റഫർ ഷോൾസ്. സോ വി നോൺ ആസ് ദ ഫാദർ ഓഫ് കീബോർഡ് ഈസ് ക്രിസ്റ്റഫർ ഷോൾസ്. അപ്പോൾ കീബോർഡിന്റെ ഫാദർ അല്ലെ, കീബോർഡ് കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ്. ഇനി കീബോർഡിൽ ഉപയോഗിക്കുന്ന ലേഔട്ട് ഏതാ? കീബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലേഔട്ട് ഏതാ? ക്വാട്ടി. കീബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ കീബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലേഔട്ടാണ് ക്വാട്ടി. നമ്മൾ ടൈപ്പ് റൈറ്റർ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നോ സ്റ്റാൻഡേർഡ് ലേഔട്ട്, കീബോർഡ് ലേഔട്ട് ഏതായിരുന്നു? ക്വാട്ടി എന്ന് അല്ലേ? ഇനി ഈ ക്വാട്ടി ലേഔട്ട് ഉപയോഗിച്ചിട്ടുള്ള കീബോർഡിലെ ആദ്യത്തെ നിര ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ വേർഡാണ് ഇത്? ടൈപ്പ് റൈറ്റർ. ഇതൊക്കെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കീബോർഡ് ഈസ് നോൺ ആസ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. അതേപോലെ എന്തും കൂടെ വിളിക്കും? ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു. ഫാദർ ഓഫ് കീബോർഡ് ക്രിസ്റ്റഫർ ഷോൾസ്. ദെൻ കീബോർഡിന്റെ ലേഔട്ട് ഏതാണ്? ക്വാട്ടി ലേഔട്ട് ആണ്. ഈ ക്വാട്ടി ലേഔട്ടിലെ, അതായത് കീബോർഡിൽ ഈ ക്വാട്ടി ലേഔട്ട് വെച്ചിട്ടുള്ള കീബോർഡിലെ ആദ്യത്തെ വരിയിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാക്കാണ് ഇത്? ടൈപ്പ് റൈറ്റർ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കീബോർഡിന്റെ കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്, അതും കൂടെ അങ്ങ് പഠിക്കാം. നെക്സ്റ്റ് അടുത്തത്, ഒരു ക്വാട്ടി കീബോർഡിൽ അല്ലെങ്കിൽ കീബോർഡിൽ ടോട്ടൽ എത്ര കീസ് ഉണ്ട്? 104 കീസ് ഉണ്ട്. എത്ര കീസ് ഉണ്ട്? 104 കീസ് ആണ് ഉള്ളത്, ആണല്ലോ. ഇനി ഈ കീസിൽ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്, അല്ലെ ബിഗ് കീ എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് ബാർ. ഏതാണ്? സ്പേസ് ബാർ. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് ഹാൻഡിലെ ഏത് ഫിംഗർ വെച്ചിട്ടാണ് സ്പേസ് ബാർ ടൈപ്പ് ചെയ്യുക? റൈറ്റ് ഹാൻഡിലെ തമ്പ് ഉപയോഗിച്ചിട്ട് അല്ലേ? റൈറ്റ് ഹാൻഡിലെ തമ്പ് ഉപയോഗിച്ചാണ് സ്പേസ് ബാർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക അല്ലെ? അപ്പൊ ടോട്ടൽ 104 കീസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ ആണ്. ഇനി എത്ര ഫങ്ഷണൽ കീസ് ഉണ്ട്? 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. എത്ര ഫങ്ഷണൽ കീസ് ഉണ്ട്? 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ കീബോർഡിന്റെ ലേഔട്ട്, സ്റ്റാൻഡേർഡ് ലേഔട്ട് ഏതായിരുന്നു പറഞ്ഞത്? ക്വാട്ടി കീബോർഡ് ക്വാട്ടി ആണെന്നല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ വേറെ രണ്ട് ലേഔട്ട് കൂടി നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കണേ. മേ ബി എവിടെയെങ്കിലും ചോദിച്ചാലോ? ഒന്ന് അസേർട്ടീവ്, ഒരു ലേഔട്ട് ആണ് ഇത് അസേർട്ടീവ്. മറ്റൊരു ലേഔട്ട് ആണ് ഡ്യൂറാക്. അപ്പോൾ ഒന്ന് അസേർട്ടീവ്, ഒന്ന് ഡ്യൂറാക്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. ഇനി നമ്മൾ വീണ്ടും കീസിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മൊത്തം 104 കീസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് സ്പേസ് ബാർ ആണ്. 12 ഫങ്ഷണൽ കീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഫങ്ഷണൽ കീസ് എത്ര എണ്ണാണ് ഉള്ളത്? 12 എണ്ണാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് 12 ഫങ്ഷണൽ കീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മറ്റ് 104 എണ്ണത്തിൽ 12 ഫങ്ഷണൽ കീ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വേറെ കീസ് ഉള്ളത് ഏതൊക്കെയാന്ന് അറിയണ്ടേ? ഇനി ഉള്ളതാണ് ടൂഗിൾ കീ. എന്താണ്? ടൂഗിൾ കീസ്. ടൂഗിൾ കീസ് ഏതിനൊക്കെയാ പറയുന്നത് വെച്ചാല് നമ്പർ ലോക്ക് ഇല്ലേ? ടൂഗിൾ കീസ് നമ്മൾ പറയാ
നമ്പർ ലോക്ക്, ക്യാപ്സ് ലോക്ക്. ഏതിനൊക്കെയാണ്? ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്. ക്യാപ്സ് ലോക്കിനെയും നമ്പർ ലോക്കിനെയും ആണ് നമ്മൾ എന്ത് പറയാ? ടൂഗിൾ കീസ് എന്ന് പറയാ. ഇനി അടുത്തത് നാവിഗേഷണൽ കീസ് ഉണ്ട്. ഏതാണ്? നാവിഗേഷണൽ കീസ് ഉണ്ട്. നാവിഗേഷണൽ കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിൽ ഇങ്ങനെ 4 ഭാഗത്തേക്കുള്ള ആരോ കീസ് ഇല്ലേ, ഇവയും എന്താണ്? നാവിഗേഷണൽ കീസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ ഹോം കീസ്, അതേപോലെ പേജ് അപ്പ്, പേജ് ഡൗൺ ഒക്കെ ഇല്ലേ, പിന്നെ ഹോം കീസ്, പേജ് അപ്പ്, അതേപോലെ പേജ് ഡൗൺ. ഈ ഡൗൺ, പേജ് അപ്പ് കീ, അതേപോലെ പേജ് ഡൗൺ കീ, ഹോം കീസ്, ആരോ കീസ്. പിന്നെ ഏതാ നാവിഗേഷണൽ കീസിൽ വരിക? പിന്നെ നാവിഗേഷണൽ കീസിൽ വരുന്നതാണ് ഏത്? എൻഡ് കീ. ഏതാണ്? എൻഡ് കീ. ഈ കീസിനെയൊക്കെ നമ്മൾ എന്ത് പറയാ? നാവിഗേഷണൽ കീസ് എന്നാണ് നമ്മൾ പറയാ. അപ്പം ഫങ്ഷണൽ കീസ് പറഞ്ഞു, ടൂഗിൾ കീസ് പറഞ്ഞു, നാവിഗേഷണൽ കീസ് എന്ന് പറഞ്ഞു. ഇനി ഒരു കീയും കൂടെ ഉണ്ട്, അല്ല ഇനി 2-3 കൂടെ ഉണ്ട്. അതിലൊന്നാണ് ഏത്? മോഡിഫയർ കീസ്. ഏതാണ്? മോഡിഫയർ കീസ്. മോഡിഫയർ കീസ്. മോഡിഫയർ കീസ് എന്ന് പറയുന്നത് ഏതാണ്? മോഡിഫയർ കീസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് കീ, അതേപോലെ കൺട്രോൾ കീ, ഓൾട്ട് കീ ഒക്കെ ഇല്ലേ, ഇവയൊക്കെയാണ് എന്ത്? മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. ഇനി പിന്നുള്ളത് ഏതൊക്കെയാ? പിന്നുള്ളതാണ് ആൽഫ ന്യൂമറിക് കീസ്. ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത് ഏതാണ്? ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണ അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെയുള്ള കീകളെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. ഏതാണ്? ആൽഫ ന്യൂമറിക് കീസ്. അതായത് എക്സാമ്പിൾ ആയിട്ട് ഏതാ? 1, അതേപോലെ എ ഒക്കെ ഉള്ള ഇല്ലേ, ലെറ്റേഴ്സും അക്കങ്ങളും ഒക്കെ ഉള്ള കീസ്, ഇവയാണ് നമ്മൾ എന്താ പറയാ? ആൽഫ ന്യൂമറിക് കീസ്. അപ്പൊ ആയല്ലോ. അപ്പം ആൽഫ ന്യൂമറിക് കീസ് ഞാൻ പറയാം. ഏതൊക്കെ ടൈപ്പ് കീസാ ഉള്ളത്? ഫങ്ഷണൽ കീസ് ഉണ്ട്, ആൽഫ ന്യൂമറിക്കൽ കീസ് ഉണ്ട്, ടൂഗിൾ കീസ് ഉണ്ട്, നാവിഗേഷണൽ കീസ് ഉണ്ട്, മോഡിഫയർ കീസ് ഉണ്ട്. ഓക്കെ. ഇനി ഇപ്പം കീസ് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് കീബോർഡിലുള്ളതെന്ന് ക്ലിയർ ആയല്ലോ. ഇനി കീബോർഡിന്റെ കുറച്ച് കാര്യം കൂടെ, അതും കൂടെ ആയാൽ കീബോർഡ് നമുക്ക് സെറ്റായി. അപ്പം അടുത്തത് നമ്മൾ പറയുന്നത് എന്താ? കീബോർഡില് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് കീ ആണെന്ന് പറഞ്ഞല്ലോ, അല്ലെ? സ്പേസ് ബാർ ആണെന്ന് പറഞ്ഞു. ഇനി കീബോർഡില് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അതൊക്കെ അറിയുന്നല്ലേ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഷിഫ്റ്റ് കീ ഉപയോഗിക്കും, അല്ലെ? അപ്പം അതേപോലെ തന്നെ നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏതാ? മുന്നിലേക്കുള്ളതാണ് ഡിലീറ്റ് കീ ഉപയോഗിക്കും. ഇനി നമ്മൾ ടൈപ്പ് ചെയ്തതിൽ ഇപ്പൊ ഇങ്ങനെ ടൈപ്പ് ചെയ്തതാണെന്ന് വിചാരിച്ചോളൂ. അപ്പം മഞ്ജു എന്നുള്ളൊരു പേരാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയപ്പോ നമുക്ക് ഇതാണ് ഒഴിവാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് സ്പേസ് ഉപയോഗിച്ചിട്ടാണ് ഇവയെ ഡിലീറ്റ് ചെയ്യുക. അതൊക്കെ അറിയാലോ. അപ്പം പിറകിൽ ടൈപ്പ് ചെയ്തതിന്റെ പിറകിലുള്ളത് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കും? ബാക്ക് സ്പേസ് കീയും, മുന്നിലുള്ളതിനാണെങ്കിൽ ഡിലീറ്റ് കീയും യൂസ് ചെയ്യും. ദെൻ നമ്മൾ കമ്പ്യൂട്ടറിലെ കീബോർഡിൽ ഇനി നമുക്ക് കീബോർഡിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു കീ സ്ട്രോക്കിന് നമ്മൾ അതിന് സമാനമായ കമ്പ്യൂട്ടറിലേക്ക്, അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്
ഏതാ നമ്മൾ പറയുന്ന ആ ലാംഗ്വേജിലല്ലല്ലോ. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു കീ സ്ട്രോക്കിനെ അതിന് കൃത്യമായിട്ടുള്ള സമാനമായ എന്താ പറയാ ബിറ്റ്സിലേക്ക് മാറ്റുന്നത്, ആ ബിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് ഇത് ആസ്കി. ആസ്കി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് ഇത് ആസ്കി. ഓക്കെ, ആസ്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ്. എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് എന്ത് ആസ്കിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പം നമ്മൾ ആസ്കിയിൽ ഉപയോഗിക്കുന്നത് എന്താ, എത്ര ബിറ്റ് ഉപയോഗിച്ചാണ് ആസ്കിയിൽ ഓരോ അക്ഷരങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 7 ആണ് കേട്ടോ. അതായത് എത്ര ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ആസ്കിയിൽ ഓരോ അക്ഷരങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എത്ര? 7 എണ്ണത്തിനെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കീബോർഡിൽ പ്രധാനപ്പെട്ടായി പഠിക്കാനുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കീബോർഡിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഒന്നും കൂടെ കീബോർഡ് നമ്മൾ ഒക്കെ പഠിച്ചല്ലേ, അപ്പൊ കീബോർഡ് നമുക്ക് നമ്മൾ പഠിച്ച് തൊട്ടിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ തുടങ്ങി എന്താ, ഹാർഡ്വെയറിലായിരുന്നു. ഹാർഡ്വെയറിനെ നമ്മൾ എന്താ രണ്ടായി തിരിക്കാം എന്ന് പറഞ്ഞു, അല്ലെ? ഹാർഡ്വെയറിനെ നമ്മൾ തുടക്കം പറഞ്ഞു എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു, അല്ലെ? അതായത് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന ഭാഗത്തിന്, അതായത് ടച്ച് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ കാണാൻ പറ്റുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് ഹാർഡ്വെയറിൽ പെടുക. അപ്പം ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താ, കമ്പ്യൂട്ടറിന്റെ ഭൗതിക ശരീരമാണ്. അപ്പൊ ഹാർഡ്വെയറിനെ നമ്മൾ 3ആയി തിരിച്ചു. എന്തായി? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, CPU. ദെൻ CPU-നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഏതാണ്? ALU, അരിത്തമെറ്റിക് കൺട്രോൾ യൂണിറ്റ്, അതേപോലെ കൺട്രോൾ യൂണിറ്റ്, മെമ്മറി, അങ്ങനെ 3ആയി തിരിച്ചു. ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും കൂടെ നമ്മൾ എന്ത് വിളിച്ചു? പെരിഫറലുകൾ എന്ന് വിളിച്ചു. ദെൻ നമ്മൾ പിന്നെ ഇൻപുട്ട് ഡിവൈസിലേക്ക് കടന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഡിവൈസ് എന്താന്ന് പറഞ്ഞു, അതായത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ് ഇത് ഇൻപുട്ട് ഡിവൈസിൽ പെടുക. ഏതൊക്കെ ഇൻപുട്ട് ഡിവൈസുകളുണ്ട്? ഇൻപുട്ട് ഡിവൈസിന് കുറച്ച് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, അല്ലെ? കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, OMR, OCR, ബാർകോഡ് റീഡർ, ദെൻ പിന്നെ അതേപോലെ ഫിംഗർ പ്രിന്റ് റീഡർ, അങ്ങനെ കുറെ എണ്ണത്തിന്റെ എക്സാമ്പിൾ. അതേപോലെ ലൈറ്റ് പെൻ, അങ്ങനെ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ പിന്നെ ഓരോ ഇൻപുട്ട് ഡിവൈസിലേക്ക് പിന്നെ കയറി പഠിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? കീബോർഡിനെ കുറിച്ചാണ്. അപ്പം കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. അതേപോലെ എന്താണ്? ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി കീബോർഡ് ആരാണ് ഡെവലപ്പ് ചെയ്തത്, അല്ലെ ഹു ഇസ് ദ ഫാദർ ഓഫ് കീബോർഡ് എന്ന് ചോദിച്ചാൽ ആരാ? ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. കീബോർഡിൽ ഉപയോഗിക്കുന്ന ലേഔട്ട് എന്ന് പറയുന്നത് ഏതാ? ക്വാർട്ടി ലേഔട്ട് ആണ്. വേറെ ലേഔട്ടുകൾ ഉണ്ട്, അത് നമ്മൾ പരിചയപ്പെട്ടു, അല്ലെ? ഇനി കീബോർഡിൽ എത്ര കീസ് ആണ് മൊത്തം? 104 കീസ് ഉണ്ട്. അതിൽ 12 കീസ് ഫങ്ഷണൽ കീസ് ആണ്. പിന്നുള്ളത് ടൂഗിൾ കീസ് ഉണ്ട്, പിന്നെ നാവിഗേഷണൽ കീസ് ഉണ്ട്, അല്ലെ? ടൂഗിൾ കീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൂഗിൾ കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാ ടൂഗിൾ കീസ് പെടുക? ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. ടൂഗിൾ കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാ? ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് ഒക്കെ, അല്ലെ? ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, അങ്ങനത്തെ ഒക്കെയാണ് ഏത് ടൂഗിൾ കീസ് ആയിട്ട് വരിക. ഇനി ഏറ്റവും വലിയ കീ ഏതായിരുന്നു? സ്പേസ് ബാർ, അല്ലെ? ഇനി അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുള്ള മുന്നിലുള്ളത് ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് കീ, ബാക്കിലുള്ളതാണെങ്കിൽ ബാക്ക് സ്പേസ് കീ. ഇനി അതേപോലെ നാവിഗേഷണൽ, അത് നമ്മൾ പറഞ്ഞില്ലേ, നാവിഗേഷണൽ കീസ് ഏതൊക്കെയായിരുന്നു എന്നാ പറഞ്ഞത് നമ്മള്? നാവിഗേഷണൽ കീസ് എന്ന് പറഞ്ഞാൽ ആരോ കീസ് വരും, ഹോം കീസ് വരും, പിന്നെയോ പേജ് അപ്പ്, പേജ് ഡൗൺ ഒക്കെ കീസുകൾ വരുന്ന ഏതിലാണ്? നാവിഗേഷണൽ കീസിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കീ ഏതായിരുന്നു? മോഡിഫയർ കീസ്, അല്ലെ? അതേതൊക്കെയാ? ഷിഫ്റ്റ് കീ, അല്ലെ? ഷിഫ്റ്റ്, ഓൾട്ട്, കൺട്രോൾ ഒക്കെ എന്താ? മോഡിഫയർ കീസ് വരും. പിന്നെ ആൽഫ ന്യൂമറിക്കൽ കീസ്, അതായത് നമ്മളെ
അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ വരുന്ന കീസ്. അതല്ലേ കീബോർഡിലെ കീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഒരു കീ സ്ട്രോക്കിന് സമാനമായ ബിറ്റ്, അതിന് സമാനമായ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് ഇത് ആസ്കി പറഞ്ഞു. അതെന്തേലും ആസ്കിന്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അല്ലേ. അപ്പം എത്ര ബിറ്റാണ് ഒരു കീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ആസ്കി കൊടുക്കുക? 7 എണ്ണം അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കീബോർഡ് എന്ന ഭാഗത്ത്, അതായത് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചും ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.